കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരും ഒരു പ്രശ്നമാണ്, പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, ഇച്ചിരി നിറം വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ എത്ര വെളുത്തവരാണെങ്കിലും കുറച്ചും കൂടെ ബ്രൈറ്റായി കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം. അതുപോലെ തന്നെ പുതിയ പുതിയ ക്രീമുകളിലേക്ക് സ്കിൻ ബ്രൈറ്റൻ ആകാനുള്ള പുതിയ ഏതെങ്കിലും ഒരു ക്രീം കണ്ട ഉടനെ അതിൻ്റെ പുറകെ ഓടി പോയി മേടിച്ച് തേക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, ഗുണങ്ങളൊന്നുമില്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വാട്സപ്പിൽ വരുന്ന ആൾക്കാരെല്ലാം ഈ ഒരു പ്രശ്നമായിട്ടാണ് കൂടുതലും വരുന്നത്. സ്കിൻ ബ്രൈറ്റനിങ് ക്രീം തേച്ചിട്ടും അതിൽ പീല് ചെയ്തിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും ഒക്കെ മുഖം കറുത്തു പോകുന്നു, ഇരുണ്ടു പോകുന്നു, പാടുകളുണ്ടാകുന്നു. ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടാണ്? കെമിക്കലായിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാലും ആരും നിർത്തുന്നില്ല, വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെയായി നമ്മുടെ മുഖമെല്ലാം ഒരു പ്രായമാകുമ്പോഴത്തേനും മുഖമെല്ലാം ചുളുങ്ങി, കണ്ണെല്ലാം കറുത്തിരുണ്ട്, നമ്മുടെ ഫേസ് എല്ലാം ഡള്ളായി ഇരുണ്ട് മൂടിയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു സങ്കടമാണ് നമ്മുടെ ഫേസ് അങ്ങനെ ആകുമ്പോഴത്തേനും. ഓരോരുത്തർ വിളിച്ച് സങ്കടം പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ സങ്കടമാകുന്നുണ്ട്. നല്ലപോലെ ഇരുന്ന ഫേസ് ആയിരുന്നു, പക്ഷേ ഇപ്പം ഭയങ്കര ഡള്ളായി, പുറത്തോട്ട് ഇറങ്ങാൻ മടിയാണ്, പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ പ്രയാസമാണ്. ഓരോരുത്തരുടെ ചോദ്യം, നിൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിൻ്റെ മുഖം ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ എന്നാ പറ്റി, നീ വല്ലാതെ കറുത്തിരുണ്ട്, കണ്ണെല്ലാം കുഴിയിലായിപ്പോയല്ലോ. ഇങ്ങനെയൊക്കെ ആൾക്കാർ, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ എവിടെയെങ്കിലും നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേനും അവർക്കുള്ളൊരു ചോദ്യമാണിതല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളൊന്ന് വാടിയിരുന്നാൽ മതി, അപ്പോൾ അവർ ചോദിക്കും. 10 പേരുടെ മുമ്പേ ആയിരിക്കും ചോദ്യം. അയ്യോ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, നിൻ്റെ കണ്ണെല്ലാം അങ്ങ് കുഴിയിലായല്ലോ, നിൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പായല്ലോ, നിൻ്റെ മുഖമെല്ലാം അങ്ങ് കറുത്തിരുണ്ട് പോയല്ലോ. ഇവിടെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകും, നമുക്ക് ഭയങ്കര സങ്കടമാകും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുന്നവരോട് നമ്മൾ ഒന്നും പറയാൻ നിൽക്കണ്ട, നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെ കുറ്റം പറയുന്നവർ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, നിസ്സാര സംഭവം. പക്ഷെ അവർക്ക് ഒരുപാട് 100 കുറ്റങ്ങളുണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മളെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്, അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ഇങ്ങനെയുള്ളവരോടൊക്കെ തിരിച്ച് മറുപടി പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ മുഖത്ത് ചിലപ്പം പ്രായമാകുമ്പോൾ കറുത്ത പാടുകളും കുരുക്കളും കറുപ്പുകളും ഒക്കെ വന്നേക്കാം. അതിനെന്താ കുഴപ്പം? അത് മാറാനുള്ള പ്രതിവിധി നമ്മൾ തേടുക, അത് മാറ്റിയെടുക്കുക. ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും മാറി നമ്മുടെ മുഖത്ത് പരീക്ഷിക്കാതിരിക്കുക. ഇതിന് ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരാൾ പറഞ്ഞു, ഇത് നിനക്ക് തേച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് തേക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മളങ്ങ് തേക്കുക. തുടർച്ചയായിട്ട് തേക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഏതൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. പകുതി വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതിന് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ദിവസങ്ങളിലൊക്കെ ഓരോ പായ്ക്കും കാര്യങ്ങളിട്ടൊക്കെ ഓരോരുത്തർ ചെയ്ത് നോക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നവരുണ്ട്, എന്നാൽ റിസൾട്ട് ഇല്ലാത്തവരുണ്ട്. ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കും. എനിക്കിവിടുന്ന് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ സ്കിന്ന് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ വാട്സപ്പിൽ മെസ്സേജിൽ എന്നോട് സംശയം ചോദിക്കും, ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, അതുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇന്നത് ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും വ്യക്തമായി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമയോടിരുന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന്. എപ്പോൾ കോൾ വിളിച്ചാലും എടുക്കും. ഇപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ചിലപ്പോൾ ഞാൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ മിസ് കോൾ വന്ന് കിടക്കും. 3-4 പ്രാവശ്യമായിട്ടുള്ള മിസ് കോൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം തിരിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ പോലും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജി ഉള്ള സംഭവങ്ങളത് മാറ്റുക. അപ്പോൾ തന്നെ മൊബൈലിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, എനിക്ക് ഇന്നത് അലർജിയാണ്, അതുകൊണ്ട് ഞാൻ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അതിനുള്ള ഇത് പറഞ്ഞു തരും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ആദ്യമൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, കാരണം ഇത് പിന്നെ കെമിക്കലൊന്നുമല്ല, നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അത് റിസൾട്ട് കിട്ടാനായിട്ട് താമസം വരും. ഇന്ന് ഞാൻ അടിപൊളി ഒരു പായ്ക്കുമായിട്ടാണ് വന്നേക്കുന്നത്. സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടും. പിന്നെ ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാവുന്ന നല്ലൊരു പായ്ക്കാണ്. 15 വയസ്സ് കഴിഞ്ഞ് മുതൽ ഒരു 10-18 വയസ്സ് കഴിഞ്ഞുള്ള ഏതൊരു കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ആണിനും പെണ്ണിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ്. നിറം വെക്കാനായിട്ട് നല്ലൊരു ഫേസ് പായ്ക്കാണ്. ഇത് ചെയ്യുമ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തു പോകണം. സ്ഥിരമായിട്ട് നമുക്ക് റെഗുലറായിട്ട് എന്നും ചെയ്യാവുന്നൊരു ഫേസ് പായ്ക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് റിസൾട്ട് വരത്തുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നല്ലൊരു പായ്ക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട.
ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുക്കളയ്ക്കകത്ത് തന്നെയുണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് നമുക്ക് യോജിച്ചത് തിരഞ്ഞെടുത്ത് നമുക്ക് ചെയ്യാവുന്ന അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളും കൂട്ടുകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലായിട്ട് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. ചെയ്യുന്നത് നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ചെയ്യുക. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഫലം ഉണ്ടായിരിക്കും. അപ്പോൾ സന്തോഷത്തോടെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് കുറവാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കണം. ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോ മുമ്പോട്ടെത്തിക്കുന്നത്. നമ്മൾക്ക് നിങ്ങൾക്കും ഉപകാരം എന്നതുപോലെ മറ്റുള്ളവർക്കും ഉപകാരമാകട്ടെ എന്ന നല്ല പ്രാർത്ഥനയോടെ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബും തരിക, ഷെയറും ചെയ്ത് കൊടുക്കുക ഇഷ്ടമായെങ്കിൽ. ഒരു പായ്ക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിന്ന് സ്കിൻ ബ്രൈറ്റനിങ് പായ്ക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാവേ. നമുക്ക് വേണ്ട മുട്ടയുടെ വെള്ള, ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല നാടൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഹണി, ഇത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വേണം. ഒരു വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ജ്യൂസ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് 1 ടീസ്പൂൺ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. ഫ്രഷ് ആയിരിക്കണം കേട്ടോ. പിന്നെ ബ്രൂവിൻ്റെ ഒരു കോഫി പാക്കറ്റ്, സാഷ കോഫി 2 രൂപയുടെ. നിങ്ങൾക്ക് വേണ്ടത് നല്ല നാടൻ കോഫി പൗഡർ എടുക്കാം. അതുപോലെ തന്നെ തക്കാളിയുടെ നീര്, തക്കാളിയുടെ നീരില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കാം. കുക്കുംബറിൻ്റെ ജ്യൂസ് ഇല്ലെങ്കിൽ തക്കാളിയുടെ നീരെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമുക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് പായ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം അരിപ്പൊടിക്കകത്ത് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അരിപ്പൊടിക്കകത്തേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിക്കൊക്കെ അലർജി ഉള്ളവർ ഒഴിവാക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടാലാണ് റിസൾട്ട് കൂടുന്നത്. പിന്നെ നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് നമുക്ക് മുട്ടയുടെ വെള്ള, ഇപ്പം ഞാൻ ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് നല്ലപോലെ ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അത് നമുക്ക് കുറച്ചൊരു പകുതി ഇട്ട് കൊടുക്കാം അതിൻ്റെ. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയുടെ നീര്, അടുത്തത് തേന്, 1/2 ടീസ്പൂൺ ഹണി, ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡർ. അപ്പോൾ ഇനി നമുക്ക് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ടകട്ടയായിട്ടൊക്കെ കിടക്കുക, അതെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് 1 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ, കാരണം മുട്ടയുടെ വെള്ളം ഇങ്ങനെ മിക്സ് ആകാതെ കിടക്കും. അതുകൊണ്ട് 1 മിനിറ്റെങ്കിലും, മാക്സിമം 1 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഈ ഒരു രീതി വരത്തുള്ളൂ. മാക്സിമം 1 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ, എന്നാലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സ്പൂണ് കൂട്ടിയിടുക. എടുക്കുന്നതിൻ്റെ എല്ലാം ഓരോ അളവ് കൂട്ടിയിട്ടാൽ മതി. ഞാനൊരു 2 മിനിറ്റ് തണുക്കുന്നിടം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകാം കേട്ടോ. ഫ്രീസറിലല്ല, താഴെ തട്ടിലുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടുണ്ട്. ഒത്തിരി തണുത്തിട്ടില്ല, എന്നാലും നമ്മുടെ മുഖത്തിടാൻ പരുവത്തിൽ നമുക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അത് തേച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ മുഖമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെൻസർ ഉപയോഗിക്കാം. നല്ലപോലെ മുഖത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകാം. ഞാനിപ്പോൾ റോസ് വാട്ടറാണ് ഞാനിപ്പോൾ ഇത് മുഖം തുടയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് തുടച്ചെടുക്കാം. മുഖവും കഴുത്തും തുടയ്ക്കണം കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, പിന്നെ മുഖത്തിടുന്നത് കഴുത്തിലും കൂടെ നമ്മളിടണം, എന്നാലേ നമുക്ക് നല്ലതാണ്. നമുക്ക് നന്നായിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. റോസ് വാട്ടർ നല്ലതാണ് കേട്ടോ. ക്ലെൻസറിനെക്കാട്ടിയൊക്കെ നല്ലതാണ് നമ്മൾ ഈ ഒരു റോസ് വാട്ടർ വെച്ച് ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെൻസർ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല, ഞാൻ കുളിക്കാൻ നേരത്തെ കഴുത്തിലിടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫേസിലിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഫേസിൽ എപ്പോൾ ഇടുമ്പോൾ എന്നെ ഇട്ടാലും, മസാജ് ചെയ്താലും, പായ്ക്കിട്ടാലും, എന്തിട്ടാലും നമ്മുടെ നെക്കിലോട്ട് ഇടാൻ മറക്കരുത്. എന്നും പറയുന്ന പോലെ എത്ര പറഞ്ഞു കൊടുത്താലും എല്ലാവർക്കും സംശയമാണ്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും പറയുന്നത്, ഒന്നും ഓർക്കല്ലേ. ഞാൻ എൻ്റെ മുഖമെല്ലാം തുടച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാനിപ്പം ബ്രഷ് വെച്ചാണ് ഇടുന്നത്, കാരണം ഇച്ചിരി വെള്ളം പോലെ ആയതുകൊണ്ട് മുട്ടയുടെ എഗ് വൈറ്റ് ഒക്കെ ഉള്ളത് വെള്ളം പോലെയാണ്. അപ്പം നമുക്ക് ബ്രഷ് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മേളിലോട്ടാണ് തേക്കുന്നത്, താഴോട്ട് തേക്കരുത്. ഇപ്പോൾ മുട്ട എഗ് വൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് ഡ്രൈ ആവുമല്ലോ, അതുകൊണ്ട് നമുക്ക് മേളിലോട്ട് തേക്കാം. ബാക്കിയുണ്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, നമുക്ക് പിന്നെ നാളെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ച് നമ്മൾ ഇട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു കോട്ട് കൂടി ഇട്ട് കൊടുക്കാം. പ്രായമായവരൊക്കെ ഒരു 30-40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒരു കോട്ടും കൂടി ഇടാം. ചെറുപ്പക്കാർക്കൊക്കെ ഒരു സ്റ്റെപ്പ് ചെയ്താൽ ഒരു കോട്ടിട്ടാൽ മതി. 2 കോട്ട പ്രായമായവർക്ക് 2 കോട്ടിട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ചെയ്തതിൻ്റെ പുറത്തുകൂടെ ഒന്നുകൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ സ്കിന്ന് നല്ല ടൈറ്റ് ആകാനായിട്ട് നല്ലതാണ്. ഇത് ബ്രൈറ്റനിങ് പായ്ക്ക് മാത്രമല്ല, സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും എല്ലാം നല്ലൊരു പായ്ക്കാണ്. ഒരു 20 മിനിറ്റ് നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങിയാൽ അത്രയും നല്ലത്. അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പായ്ക്കെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 20 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം മുട്ടയും ഈ സാധനങ്ങളെല്ലാം ചേർത്തതുകൊണ്ട് നമ്മുടെ പായ്ക്ക് നന്നായിട്ട് വലിയത്തേ ഉള്ളൂ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിക്കത്തില്ല. 20 മിനിറ്റ് എന്തായാലും മാക്സിമം 20 മിനിറ്റ് മാത്രം നമുക്ക് ഇട്ടാൽ മതി. അപ്പം ഞാനൊന്ന് തുടച്ച് കാണിക്കാം. കണ്ടോ, നല്ല സ്കിന്ന് നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും, നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. റിങ്കിൾസ് മാറാനായിട്ടും അതുപോലെ ടൈറ്റ് ആകാനായിട്ടും പിന്നെ പാടുകളൊക്കെ മാറാനായിട്ടും മുഖം നിറം വെക്കാനായിട്ടും എല്ലാം നല്ലൊരു പായ്ക്കാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തെല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിനിറ്റ് മസാജ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ല മുഖത്തിന് നല്ല തിളക്കം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇന്നിട്ടാൽ നാളെ നമുക്ക് ഇത് കിട്ടും. നമ്മൾ ഇത് ഇടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ തുടർച്ചയായി അത് ഇട്ടുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഡെയിലി യൂസ് ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു പായ്ക്കാണ്. ഇതിനകത്ത് അടങ്ങിയേക്കുന്ന സാധനങ്ങളെല്ലാം സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടും റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ഒക്കെ ഉള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് നീര് സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തക്കാളി നീര് സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടുള്ളതാണ്. പാടുകളൊക്കെ മാറി കലകളൊക്കെ മാറ്റുന്നതാണ്. അതുപോലെ അരിപ്പൊടി സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹണി നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ല ഗ്ലോയിങ് ഒക്കെ കിട്ടാനായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറായിട്ടൊക്കെ നമ്മുടെ ഹണി ഉപയോഗിക്കും. നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകാനായിട്ടൊക്കെ നമ്മുടെ ഹണി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മിക്ക ആൾക്കാർക്കും അലർജിയാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി നല്ല ഒരു പിന്നെ സാധനമാണ് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ട്. അലർജിയൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റാണ് അത്. മഞ്ഞൾപ്പൊടി ധാരാളം കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.